ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിന്റെ മക്കൾ സ്ഥാനാർത്ഥി ആരായാലും ആ സ്ഥാനാർത്ഥി ഇവിടെ 30,000 വോട്ടിന് ജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങളെ കണ്ടുകൊണ്ടാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിങ്ങളെല്ലാവരും ഒപ്പമുണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഈ യോഗത്തിൽ വരാൻ സംസാരിക്കാൻ അതിന് അനുമതി നൽകിയ ഞാൻ ചോദിച്ചിട്ട് തന്നെ വന്നത്. ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ മിനിയാന്ന് എന്താ പറയാ മാനന്തവാടി വെച്ച് കണ്ടു. അപ്പൊ ഒരു സമ്മാനം കൂടി ഉണ്ട്, ഞാൻ പെട്ടെന്ന് പറയാൻ മറന്നുപോയി. ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മാനന്തവാടിയിൽ LDF ആയിരുന്നു ഭരിച്ചിരുന്നത്. അവിടെ ഒരു സീറ്റിന്റെ വ്യത്യാസത്തിനായിരുന്നു LDF ഭരിച്ചിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ബെന്നി എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര മെമ്പർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നപ്പോൾ പറഞ്ഞു അവിശ്വാസം കൊടുക്കണം. അവിശ്വാസം കൊടുത്തു. LDFന്റെ ഭരണസമിതി പോയി. ഇപ്പോ 1 മണിക്കൂർ മുമ്പ് അവിടെ വോട്ടെടുപ്പായിരുന്നു. ആ വോട്ടെടുപ്പ് കഴിഞ്ഞു. LDFനെ പുറത്താക്കി UDFന്റെ ലക്ഷ്മി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ST പ്രതിനിധി അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്തിട്ട് ഇപ്പൊ 20 മിനിറ്റായി. അപ്പൊ തറവാട്ടേക്ക് വന്നപ്പോ ഞാൻ ഒന്നും കൊടുന്നില്ലെന്ന് ആരും പരാതി പറയണ്ട. അപ്പോ തറവാട്ടേക്ക് ചെറിയൊരു സമ്മാനമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്തായിരുന്നാലും ഇനിയും ചില്ലറ സമ്മാനങ്ങൾ ഈ പരിസര പ്രദേശത്തൊക്കെ വരാനുണ്ട് എന്നുകൂടി ബഹുമാനപ്പെട്ട UDF നേതൃത്വത്തെ അറിയിക്കുന്നതോടൊപ്പം ഇതിൽ പങ്കെടുക്കാനും സംസാരിക്കാനും അനുമതി നൽകിയ സഹായിച്ച ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഷിബു വിജയ് ജോൺ, CP ജോൺ തുടങ്ങിയ മുഴുവൻ നേതാക്കളും ഇവിടെയുണ്ട്. അവരോടൊക്കെ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാനൊരു വാപ്പാക്ക് ജനിച്ചവനാണ്. നിങ്ങളോടൊപ്പം ഈ പോരാട്ടത്തിന് മുന്നിൽ ഒരു അനുയായിയായി ഉണ്ടാകും. ഈ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാനൊരു വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.